പോലെ പ്രതീക്ഷ വേണം. നമ്മൾ ചെയ്യുന്ന അമലുകൾ, ഇബാദത്തുകൾ, നോമ്പുകൾ, തറാവീഹുകൾ, സൽക്കർമ്മങ്ങൾ, ഇതൊക്കെ ഈ റമളാനിൽ നമ്മൾ നിർവഹിക്കുമ്പോ അള്ളാഹു വലിയ ഇരട്ടി പ്രതിഫലങ്ങൾ എനിക്ക് തരും എന്ന ഉറച്ച ദൃഢനിശ്ചയം നമുക്കൊക്കെയും ഉണ്ടാകണം. അതിലേറ്റവും തെളിവാണ് സ്വഹീഹായ ഹദീസിലൂടെ പൊന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് എന്താണ്? മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പൊന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്ന ഈ ഹദീസ്, മൻ സ്വാമ, ആരെങ്കിലും റമളാൻ മാസത്തിൽ നോമ്പെടുത്താൽ, മൻ സ്വാമ റമളാന, ആരെങ്കിലും റമളാൻ മാസത്തിൽ നോമ്പ് എടുക്കുകയാണെങ്കിൽ, മുത്തുനബി തങ്ങൾ പറയുകയാണ് എങ്ങനെ നോമ്പെടുക്കണം? ഈമാനൻ, നല്ല ഉറച്ച വിശ്വാസത്തോടുകൂടി, വഹ്തിസാബൻ, അല്ലാഹു ഉറപ്പായും നിങ്ങൾക്ക് കയ്യും കണക്കുമില്ലാതെ പ്രതിഫലങ്ങൾ നൽകും എന്ന ഉറപ്പോടുകൂടി. കണ്ടോ, ഈമാനൻ വഹ്തിസാബൻ, ഈ രണ്ട് പദങ്ങൾ വളരെ അർത്ഥവത്തായ പദങ്ങളാണ്. അവിടെ പ്രത്യേകം കൊണ്ടുവന്ന് നമുക്ക് അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തി തരികയാണ്. എങ്ങനെ നോമ്പെടുക്കണം? വെറുതെ നോമ്പെടുത്താൽ പോരാ, പിന്നെ ഈമാനൻ, നല്ല വിശ്വാസത്തോടു കൂടി വേണം നോമ്പെടുക്കാൻ. ഉറച്ച വിശ്വാസം വേണം. ഒന്നിന് 10 പ്രതിഫലം ലഭിക്കുന്ന മാസമല്ലേ, ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉറപ്പായും വേണം. കിട്ടുമോ ഇല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ ഇല്ലേ, അതൊക്കെ വെറുതെ ആലങ്കാരികമായി പറയുന്നതാണോ? അങ്ങനെയൊന്നും ഒരു അങ്കലാപ്പ്, ഒരു തഹയ്യുറ്, ഒരു പരിഭ്രമം നമ്മുടെ ഖൽബിൽ വന്നുപോയി കൂടാ. അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രത്യേകം നമുക്ക് എടുത്ത് പഠിപ്പിച്ചു തരുന്നത്. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബാ, നല്ല ഉറച്ച വിശ്വാസത്തോടുകൂടി. എങ്ങനെ? സുന്നത്ത് നിസ്കരിച്ചാൽ എനിക്ക് ഫർളിന്റെ പ്രതിഫലം ലഭിക്കുമല്ലോ. ഒരു ഫർള് നിസ്കരിച്ചാൽ 70ഓളം ഇരട്ടി പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തരുമല്ലോ. പരിശുദ്ധ ഖുർആനിലെ ഒരു ഹർഫ് പറഞ്ഞാൽ, ഒരു ഹർഫ് ഓതിയാൽ അതേ 10 പ്രതിഫലമാണ് സാധാരണ ലഭിക്കുന്നത്. എന്നാൽ റമളാനിൽ ഓതുമ്പോൾ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമല്ലോ. റമളാനിന്റെ ആദ്യത്തെ 10 അതേ റഹ്മത്ത് ചൊരിയുന്ന 10ആണല്ലോ. റമളാനിന്റെ രണ്ടാമത്തെ 10 മഗ്ഫിറത്ത് ലഭിക്കുന്ന 10ആണല്ലോ. റമളാനിന്റെ മൂന്നാമത്തെ 10 നരകമോചനത്തിന്റെ 10 ദിനരാത്രങ്ങളാണല്ലോ. ഇങ്ങനെ റമളാനിനെ കുറിച്ച് പൊന്നാര മുത്തുനബി തങ്ങള് എന്തൊക്കെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്, അതൊക്കെയും വാസ്തവമാണ്, അതൊക്കെയും സത്യസന്ധമാണ്. കേവലം ആലങ്കാരികമായി പറഞ്ഞതല്ല. ചെറിയ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ആ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉമ്മമാര് ചില തമാശ രൂപത്തില് ചില കളവുകൾ പറയും. മോനെ കഴിക്കടാ ഭക്ഷണം, കഴിച്ചില്ലെങ്കിൽ ഇപ്പം ചില ജീവികൾ വരുമടാ, 5 കണ്ണൻ വരും അല്ലേ, കാട്ടുമാക്കാൻ വരും, അതുകൊണ്ട് കഴിക്കടാ എന്ന് പറയുമ്പോ അവനെങ്ങനെ വാ തുറന്നു കൊടുക്കുന്നു. ചിലപ്പോ പറയും, മോനെ ഈ ഭക്ഷണം നീ കഴിച്ചാൽ നിന്റെ വാപ്പി ഇപ്പൊ വരുമ്പോ നിനക്ക് നല്ല വണ്ടി വാങ്ങിച്ചു തരും കളിക്കാൻ, നല്ല ബോള് വാങ്ങിച്ചു തരും കളിക്കാൻ, നല്ല മിഠായി നിനക്ക് വാങ്ങിച്ചു തരും കളിക്കാൻ. അത് കളവാണെങ്കിലും പറഞ്ഞുകൂടാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ മക്കളുമാര്, ചെറിയ കുഞ്ഞുങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അതേ ഉമ്മമാര് ചില തമാശ രൂപത്തിൽ ചില കളവുകള് അല്ലേ അത് പറയാറുണ്ട്. അത് കഴിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇതുപോലെ റമളാൻ മാസത്തിലെ നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ആലങ്കാരികമായി അതേ റമളാനിൽ നോമ്പെടുക്കുക
നോക്കുന്നവർക്ക് നരകമോചനമുണ്ട്, പാപ പൊറുക്കലുണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യമുണ്ട്, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ നോമ്പ് പിടിച്ചാൽ ഇന്ന ഗുണങ്ങളുണ്ട് എന്ന് പറയുന്നത് ആലങ്കാരികമായി പറയുന്നതല്ല. അതേ, കേവലം ഒരു വർത്തമാനമായി പറയുന്നതല്ല. ഇതൊക്കെയും എന്റെ പൊന്നാര മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. എന്റെ മുത്തു ഹബീബ് സ്വാദിഖുൽ മസ്ദൂഖാണ്. തമാശയ്ക്ക് പോലും കളവ് പറയാത്ത എന്റെ പൊന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നത് മുഴുവനും സത്യമാണ് എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി വേണം അതേ നിങ്ങൾ റമദാനിൽ നോമ്പെടുക്കാൻ. ഇതാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് രണ്ട് പറഞ്ഞു, വഹത്തിസാബ, നല്ല കൂലി നിങ്ങൾക്ക് കിട്ടുമെന്ന ഉറച്ച ആ ഒരു ഉറപ്പോടുകൂടി നിങ്ങൾ നോമ്പെടുക്കണം. നല്ല ഉറപ്പ് വേണം. വഹ്തിസാബൻ, ഈമാനും വേണം, വഹ്തിസാബും വേണം. ഈമാൻ എന്ന് പറഞ്ഞാൽ അടിയുറച്ച വിശ്വാസമാണ്. പ്രതിഫലങ്ങളെ കുറിച്ച് പറഞ്ഞത്, നോമ്പെടുത്താൽ ലഭിക്കുന്ന ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞത്, നോമ്പെടുത്താൽ കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞത്, ഇതെല്ലാം ഉറപ്പായും ലഭിക്കുന്നതാണ്. കേവലം ഒരു സർക്കാരിന്റെ പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ അവരെ ജയിപ്പിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ചില പ്രഖ്യാപനങ്ങൾ പോലത്തെ പ്രഖ്യാപനമല്ല. ഇത് റബ്ബിന്റെ പ്രഖ്യാപനമാണ്. ഇത് പൊന്നാര മുത്തു നബി തങ്ങൾ അതേ ഏറ്റെടുത്ത് നടത്തിയ പ്രഖ്യാപനമാണ്. അപ്പൊ ഉറച്ച വിശ്വാസം വേണം, നല്ല കൂലി കിട്ടുമെന്നുള്ള ഉറപ്പ് നമുക്ക് വേണം. അങ്ങനെ നിങ്ങൾ നോമ്പെടുക്കുകയാണെങ്കിൽ അവന്റെ മുൻ കഴിഞ്ഞു പോയ സകല പാപങ്ങളോ അല്ലാഹു തആല പുറത്തു തരുമെന്ന് പൊന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേപോലത്തെ ഹദീസാണ്, മൻ ഖാമ റമളാന, റമളാൻ മാസം രാത്രി ആരാണോ തറാവീഹ് നിസ്കരിക്കുന്നത്, മൻ ഖാമ, രാത്രി നിന്ന് നിസ്കരിക്കുന്ന തറാവീഹ് നിസ്കാരത്തെ കുറിച്ച് പറയാൻ. ആരാണോ തറാവീഹ് നിസ്കരിക്കുക, അതും എങ്ങനെ നിസ്കരിക്കണം, ഈമാനൻ വഹ്തിസാബൻ, ഉറച്ച വിശ്വാസത്തോടുകൂടി പ്രതിഫലം കിട്ടും എന്ന ഉറപ്പോടുകൂടി രാത്രി തറാവീഹ് നിസ്കരിക്കുന്നവർ ആരോ അവർക്കും പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടും. നീ തറാവീഹ് നിസ്കരിക്കാൻ പള്ളിയിൽ പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഇന്ന് പള്ളിയിൽ നല്ല ബിരിയാണി ഉണ്ട്, അതിനുവേണ്ടിയാ പോയത്. എന്നാ നിനക്കെന്ത് കിട്ടും? ബിരിയാണി കിട്ടും. അല്ലാതെ പാപങ്ങൾ പൊറുക്കപ്പെടുമോ? ഇല്ല, പാപങ്ങൾ പൊറുക്കപ്പെടൂല. പാവങ്ങൾ പൊറുക്കണമെങ്കിൽ എന്തു വേണം? തറാവീഹ് നിസ്കാരം, റമളാൻ മാസത്തിൽ മാത്രമുള്ള നിസ്കാരം. എന്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ ചെല്ലുന്നു, നിസ്കരിക്കുന്നു. അതാകണം നമ്മുടെ നിയ്യത്ത്. അതേപോലെ ഇഫ്താർ നടത്തുന്നു, റബ്ബ് പ്രതിഫലം തരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എന്റെ പെരുമയും എന്റെ എന്താണ് സ്ഥാനമാനങ്ങളും ഒക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ നോമ്പ് തുറ കൊടുക്കുന്ന ആളാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണോ നീ നോമ്പ് തുറ കൊടുത്തത്? അപ്പുറത്തെ വീട്ടുകാരൻ വിഭവസമൃദ്ധമായ ഇഫ്താർ ഒരുക്കി, അതിനേക്കാൾ പൊടി പൊളിക്കുന്ന, അതിനേക്കാൾ അതേ ഉഷാറായ നോമ്പുതുറ എനിക്ക് നടത്തണം എന്ന ചിന്ത നിന്റെ കൽബിൽ വന്നത് നീയത്ത് മാറിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് ആ ഇഫ്താർ കൊണ്ട് നിനക്ക് ഇഫ്താറിന്റെ പ്രതിഫലം ലഭിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ നമുക്ക് നല്ല ഈമാനും തഖ്വയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
നല്ല ഈമാനും തഖ്വയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖ് സയ്യിദിനാ വ നബിയിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോ നോമ്പെടുക്കേണ്ടത് നല്ല ഉറച്ച ഈമാൻ വേണം, ഉറച്ച ഈമാൻ വേണം. നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞു, ഞാൻ നേരത്തെ ഒരു ബുക്കിൽ ഡോക്ടറുടെ എഴുത്ത് വായിച്ചത് ഓർമ്മയിൽ വന്നതാണെന്നല്ല ഞാൻ പറയുന്നതാണ്. എന്താണ്? നമ്മൾ നോമ്പെടുക്കുമ്പോ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുന്നു, രോഗ പ്രതിരോധ ശക്തി ശരീരത്ത് കൂടുകയാണ്. അതുപോലെ നോമ്പെടുക്കുന്ന ഒരാൾക്ക് പിന്നെ മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്, ആ നോമ്പ് 11.5 മണിക്കൂർ സമയം തുടർച്ചയായി ആഹാരപാനീയങ്ങൾ ഒരു മനുഷ്യൻ ഉപേക്ഷിക്കുമ്പോ മനുഷ്യന്റെ കുടലുകളിൽ പെരിറ്റോണിയം എന്ന് പറയുന്ന ആ പെരിറ്റോണിയം പൊട്ടിയിട്ട് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി സംരക്ഷിക്കുന്ന ഒരു എൻസൈം കുടലിലേക്ക് ഇറങ്ങുന്നു. അത് കുടൽ വലിച്ചെടുക്കുമ്പോൾ 10 പ്രാവശ്യം രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്നു എന്ന് ഡോക്ടർമാർ പ്രത്യേകം പറയുകയാണ്. ഇതൊക്കെ നോമ്പ് എടുക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഇങ്ങനൊക്കെ ഉണ്ട്. ഇതെല്ലാം ലഭിക്കും. ഇത് ഭൗതികമായ നേട്ടങ്ങളെ കുറിച്ചാണല്ലോ ഈ പറയുന്നത്. ഈ ഭൗതികമായ ഗുണങ്ങൾ നമ്മുടെ ശരീരത്ത് ആരോഗ്യത്തെ പിടിച്ചു നിർത്താൻ, ശരീരത്തിൽ ക്ഷയിച്ചു പോകുന്ന രോഗമുണ്ടാക്കുന്ന സംഗതികളെ തടുത്തു നിർത്താൻ പറ്റുന്ന പലതും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു നമ്മൾ നോമ്പെടുക്കുമ്പോൾ എന്ന് ഡോക്ടർമാർ പിന്നീട് പറയുകയാണ്. അങ്ങനെ എത്രയോ ഡോക്ടർമാർ റമദാൻ മുഴുവനും നോമ്പെടുക്കുന്ന ഡോക്ടർമാരുണ്ട്, ഡോക്ടർമാരല്ലാത്തവരുണ്ട്. നോൺ മുസ്ലിംസ് ആയ ആളുകൾ, എത്ര ആളുകൾ, മുസ്ലിംസ് അല്ലാത്ത എത്രയോ ആളുകൾ റമദാൻ മാസം 30 ദിവസവും വ്രതം അനുഷ്ഠിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഭൗതികമായ നേട്ടങ്ങൾ ലഭിക്കുന്നു, അതുകൊണ്ടാണ് അവർ നോമ്പെടുക്കുന്നത്. ആത്മീയമായ നേട്ടം അവർക്ക് ലഭിക്കൂല. ആത്മീയമായ നേട്ടം ലഭിക്കണമെങ്കിൽ അവർ മുഅ്മിനാകണം, മുസ്ലിമാകണം. അപ്പോഴേ അവർക്ക് ആത്മീയമായ നേട്ടം ലഭിക്കുകയുള്ളൂ. പക്ഷെ അവർക്ക് ഭൗതികമായ നേട്ടങ്ങൾ ലഭിക്കുന്നു. ഇത് ഭൗതികമായ നേട്ടങ്ങളാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൗതികമായ നേട്ടങ്ങളെ കുറിച്ച്, ഈ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഞാനും നിങ്ങളും നോമ്പെടുക്കുന്നതെങ്കിൽ ഭൗതികമായ നേട്ടങ്ങൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ആത്മീയമായ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കൂല. ഉദാഹരണത്തിന് മുത്തുനബി തങ്ങൾ പറഞ്ഞു, സൂമോ, നിങ്ങൾ നോമ്പെടുക്കുക, തസിഹു, നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകുന്നതാണ്. ഈ പെരിറ്റോണിയം ഉണ്ടാകുന്നതും ഇമ്മ്യൂണിറ്റി പവർ ശരീരത്ത് വർദ്ധിക്കുന്നതും ഒക്കെ പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം. അതുകൊണ്ട് നബി തങ്ങൾ ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞു വെച്ചു. ഒറ്റ വാക്കിൽ പൊന്നാര മുത്തുനബി തങ്ങൾ കേവലം ഒരു പ്രവാചകൻ മാത്രമല്ല, നബി തങ്ങൾ ലോകം കണ്ട ഏറ്റവും നമ്പർ 1 ഒരു ഡോക്ടർ കൂടിയാണ്. ബർണാൻഷയെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് വെറുതെയല്ല. പൊന്നാര മുത്തുനബി തങ്ങളെ കുറിച്ച് നന്നായി പഠിച്ചു മനസ്സിലാക്കിയിട്ട് പറഞ്ഞതാണ്. നബി തങ്ങളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് മുൻഗാമികളായ എഴുത്തുകാരും ചരിത്രകാരന്മാരും ഒക്കെ പറഞ്ഞത് വെറുതെയല്ല, നന്നായി പഠിച്ചു മനസ്സിലാക്കിയിട്ട് പറഞ്ഞതാണ്. 1 by 1 ആയി മുത്തുനബി തങ്ങൾ എടുത്തു പറഞ്ഞില്ല. ഒറ്റ വാക്കിൽ മുത്തുനബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നോമ്പെടുക്കുക, നിങ്ങൾ ആരോഗ്യം വീണ്ടെടുക്കുക, നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കുന്നതാണ്, നിങ്ങൾ ആരോഗ്യവാന്മാരായി തീരുന്നതാണ്. നോമ്പെടുക്കൽ കൊണ്ട് ആരോഗ്യം നഷ്ടപ്പെട്ടു പോവുകയല്ല, ആരോഗ്യം വീണ്ടെടുക്കുകയാണ്. ആരോഗ്യം, ശരീരത്തിൽ വല്ല രോഗങ്ങളും പൊട്ടിമുളയ്ക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന പലതും നോമ്പ് കാരണത്താൽ ശരീരത്തിൽ ഉണ്ടായിത്തീരുന്നു. ഇത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിക്കുകയാണ്, അപ്പോൾ
പിന്നെ ഞാൻ നോമ്പെടുക്കുന്നത് എന്റെ ശരീരം ഒന്ന് പുഷ്ടിച്ചെടുക്കണോ, എന്റെ ശരീരത്തിലെ രോഗങ്ങളൊക്കെ മാറ്റിയെടുക്കണോ, എന്റെ ശരീരം നല്ല എനർജറ്റിക്കായ നല്ല ആരോഗ്യമുള്ള ശരീരമാക്കി മാറ്റണോ, അതിനുവേണ്ടി ഞാൻ നോമ്പെടുക്കുന്നു. അങ്ങനെ നിയത്താക്കിയാലോ, അങ്ങനെ നിയത്താക്കിയാൽ എന്റെ ശരീരം എനർജറ്റിക് ആവും. പക്ഷെ എനിക്ക് ആത്മീയ ലോകത്ത് ഒരു പ്രതിഫലവും എനിക്ക് ലഭിക്കൂല. നിസ്കാരം ഏറ്റവും നല്ല ഒരു എക്സസൈസ് ആണ് എന്ന് എത്രയോ ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു. ഒരാള് നിസ്കരിക്കുന്നത് കണ്ടു, അയാൾ കൈകെട്ടുന്നു, കുനിയുന്നു, നോരുന്നു, അയാളെ നെറ്റി കൊണ്ട് തറയിൽ വെക്കുന്നു. അയാൾ ചിന്തിക്കുകയാണ്, ഇത് കൊള്ളാം. കണ്ടുകൊണ്ട് നിൽക്കുന്ന ആള് പറയാൻ, ഇത് കൊള്ളാം, നല്ല ഒന്നാം തരം എക്സസൈസ്. അയാളുടെ ഈ രണ്ട് കർണ നരമ്പുകൾ, കഴുത്തിന്റെ സൈഡിലുള്ള രണ്ട് ഞരമ്പുകൾക്ക് കൂടി എക്സസൈസ് കിട്ടിയിരുന്നുവെങ്കിൽ ഇത് നമ്പർ 1 എക്സസൈസായി നമുക്ക് പ്രഖ്യാപിക്കാമായിരുന്നു എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ നിസ്കരിക്കുന്ന ആള് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് ഇടത്തോട്ടും വലത്തോട്ടും അയാളുടെ മുഖം തിരിച്ചത്. മുഖം തിരിഞ്ഞപ്പോഴോ അയാളുടെ രണ്ട് കർണനരമ്പുകൾ കൂടി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് പൂർണ്ണമായ ഏറ്റവും നല്ല ഒരു എക്സസൈസ് തന്നെയാണ്. കൃത്യമായി നിസ്കരിക്കുന്ന ആളുകൾക്ക് ശരീരത്തിന് ലഭിക്കുന്ന ആരോഗ്യം എത്രയാണ്. കൃത്യമായി നിസ്കാരം നിർവഹിക്കുന്ന, അതിന്റെ ഫർളും സുന്നത്തുകളും അഹ്കാമുകളും ഒക്കെ പാലിച്ചുകൊണ്ട് നിസ്കരിക്കണം. എങ്ങനെയെങ്കിലുമൊക്കെ കാട്ടിക്കൂടി നിസ്കരിച്ചാൽ പോരാ. അപ്പോ അത് ശരീരത്തിന് ലഭിക്കുന്ന വലിയ ആരോഗ്യം ലഭിക്കുന്ന ഒരു എക്സസൈസ് ആണ് എങ്കിൽ ഞാൻ നിസ്കരിക്കുന്നത് ശരീരം ഒന്ന് ഉഷാറാക്കണം, എന്റെ നടുവിന്റെ വേദന മാറ്റാൻ വേണ്ടിയിട്ടാണ്, മുട്ടിന്റെ വേദന മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ന് കരുതി നിസ്കരിച്ചാലോ നമുക്ക് അത് കിട്ടും. പക്ഷെ ആഖിറത്തിൽ പ്രതിഫലം കിട്ടൂല. ഇതേപോലെ നോമ്പ് കൊണ്ട് മറ്റൊന്നും നമ്മൾ കരുതാൻ പാടില്ല. ചിലർ പറയും നോമ്പെടുത്താല് കഫക്കെട്ട് മാറിയിട്ട് അതിനുവേണ്ടി ഞാൻ നോമ്പെടുക്കുന്നു. അവൻ നീയത്ത് മാറാൻ പാടില്ല. നവൈതു സൗമഗദിൻ അൻ അദാഇ ഫർളി റമദാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. ആർക്ക് വേണ്ടിയാ? അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ നോമ്പെടുക്കുന്നു. അതല്ലേ നമ്മുടെ നീയത്ത്. അങ്ങനെ ആകണം ആ നീയത്ത്. ആ നീയത്ത് മനസ്സിൽ കരുതുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചിന്തകളും നമ്മുടേതായ കരുതലുകളും എല്ലാം അങ്ങനെ തന്നെ ആകണം. നേട്ടങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന നേട്ടങ്ങളും അങ്ങനത്തെ നേട്ടമാകണം. അള്ളാഹുവിന്റെ പൊരുത്തമാണ്, അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അള്ളാഹുവാണ് എന്നോട് നോമ്പെടുക്കാൻ പറഞ്ഞത്. നോമ്പെടുത്താൽ ഇന്ന പ്രതിഫലങ്ങൾ ആഖിറത്തിൽ എനിക്ക് തരുമെന്ന് എന്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നോമ്പെടുക്കുന്നത്. ആ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ്, ആ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നോമ്പെടുക്കുന്നത്. ഇത് ഈ നീയത്ത് നല്ലാക്കണം, ഈ നീയത്ത് നല്ലതാക്കണം. അങ്ങനെ നല്ല നീയത്ത് വെച്ചുകൊണ്ട് വേണം, നല്ല കരുതൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ നോമ്പെടുക്കാൻ. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണ്? മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ. അതെ, മുൻകഴിഞ്ഞു പോയ സർവ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇത് നമുക്ക് ലഭിക്കുന്ന വലിയ ആനുകൂല്യമാണ്, ഇത് നമുക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണ്. അതാണ് നമ്മൾ തേടുന്നത്, വിശ്വാസികൾ മുഴുവനും ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് കൊണ്ട് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാം ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പ് കൊണ്ട് പരാജയപ്പെടുന്നവരിൽ അല്ലാഹു തആല നമ്മളെ പെടുത്താതിരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നന്നായി ചിന്തിക്കണം. റമളാൻ വരുമ്പോ ഒന്ന് ഉഷാറായി നല്ല പ്രതിഫലം ലഭിക്കും എനിക്ക്. അതുകൊണ്ട് റമളാനിനെ ഒന്ന് സ്വീകരിക്കണം, റമളാനിനെ ഒന്ന് ആനയിക്കണം, റമളാനിനെ ഒന്ന് മർഹബ പാടണം, റമളാനിന് വേണ്ടിയിട്ടൊന്ന് തയ്യാറെടുപ്പുകൾ നടത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഈ മുന്നൊരുക്ക ക്ലാസ് നമ്മൾ നടത്തുന്നത്. അല്ലാഹുവേ റബ്ബേ, നീ ഞങ്ങളെ ഒന്ന് സ്വീകരിക്കണേ അല്ലാ.
മുൻഗാമികൾ അതേ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. കാന ഇൻദനാ റജുലുൻ, ഞങ്ങളുടെ ഇടയിൽ അതേ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഇർഷാദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം കാണാം. എന്താണ്? അൻ ബഅദി അഹ്ലിൽ ഇൽമി, മുൻഗാമികളായ പണ്ഡിതന്മാർ ചിലർ അവർ ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. അന്നഹു ഖാല കാന ഇൻദനാ റജുലുൻ, ഞങ്ങളുടെ ഇടയിൽ ഇസ്മുഹു മുഹമ്മദുൻ, മുഹമ്മദ് എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഇടയിൽ മുഹമ്മദ് എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. വല്ലപ്പോഴുമേ നിസ്കരിക്കുള്ളായിരുന്നു. അയാള് എപ്പോഴും ഒന്നും നിസ്കരിക്കൂല, ഇടയ്ക്കൊന്ന് ജുമായിക്ക് പോകും. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ തോന്നുമ്പം സല്ലി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞെന്താ, തോന്നുമ്പം സല്ലിയായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഫഇദാ ദഖല ശഹ്റു റമളാൻ, പരിശുദ്ധ റമളാൻ കടന്നു വന്നാൽ ആ മനുഷ്യൻ, വല്ലപ്പോഴും നിസ്കരിക്കുന്ന മനുഷ്യൻ, എപ്പോഴും നിസ്കരിക്കാൻ, 5 നേരം നിസ്കരിക്കാൻ അയാൾ പള്ളിയിൽ കയറൂല. വല്ലപ്പോഴും നിസ്കരിക്കുന്ന ആ മനുഷ്യൻ റമളാൻ മാസമങ്ങ് എത്തിക്കഴിഞ്ഞാൽ സയ്യന നഫ്സഹു ബിസ്സിയാബിൽ ഫാഖിറ, അയാൾ എന്തു ചെയ്യും? റമളാൻ വന്നു കഴിഞ്ഞാൽ സയ്യന നഫ്സഹു, തന്റെ ശരീരത്തിനെ ഭംഗിയാക്കും. നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, റമളാനിൽ ധരിക്കാൻ വേണ്ടി മാത്രം നല്ല സ്പെഷ്യൽ വസ്ത്രം അയാൾ സ്റ്റിച്ച് ചെയ്ത് നല്ല സ്പെഷ്യൽ വസ്ത്രം അയാൾ ധരിക്കും. എന്നിട്ട് നല്ല മണവസ്തു റമളാനിന്റെ രാത്രിയിൽ ഇങ്ങനെ അടിച്ചു വീശാൻ വേണ്ടി നല്ല അത്തറ് അയാൾ ശരീരത്ത് പുരട്ടും. കാരണം അത്തറ് അല്ലെങ്കിൽ മണവസ്തുക്കൾ നോമ്പ് പിടിച്ചുകൊണ്ട് പകല് അടിക്കാൻ പാടില്ലല്ലോ. നോമ്പുകാരായ ആളുകൾ പകല് മണവസ്തു പൂശാൻ പാടില്ല. കാരണം അത് മറ്റുള്ളവരുടെ മൂക്കിലേക്ക് തുളച്ച് കയറുമ്പോ അവരുടെ നോമ്പിന്റെ പ്രതിഫലം കുറഞ്ഞു പോകും. അതുകൊണ്ട് റമളാൻ മാസം പകല് സുഗന്ധദ്രവ്യങ്ങൾ, അത്തറ്, സ്പ്രേ പോലെയുള്ള സംഗതികള് ഉപയോഗിക്കാൻ പാടില്ല. ആ ചന്ദനത്തിരി പോലും പകല് കത്തിച്ചു വെക്കാത്തത് എന്തുകൊണ്ടാണ്? അതിന്റെ സ്മെല്ല് ഇങ്ങനെ അടിച്ച് മൂക്കിലേക്ക് കയറും, അതുകൊണ്ടാണ്. അപ്പൊ സുഗന്ധദ്രവ്യങ്ങൾ ഒക്കെ അയാൾ റമളാനിന്റെ രാത്രിയിൽ പെരട്ടാൻ വേണ്ടി തയ്യാറാക്കി വെക്കുന്നു. ആ റമളാൻ മാസം മുഴുവനും അയാൾ നോമ്പെടുക്കുന്നു. എന്നിട്ട് വയുസല്ലി, ഒരു റക്അത്ത് പോലും മുടക്കാതെ റമളാൻ മാസത്തിൽ മുഴുവനും നിസ്കരിക്കുന്നു. വയുഖ്ലാ മാ ഫാതഹു, അയാൾക്ക് നഷ്ടപ്പെട്ടു പോയ അതേ നിസ്കാരങ്ങൾ മുഴുവനും അയാൾ വീണ്ടെടുത്ത് ഖളാ വീട്ടിയിട്ട് നിസ്കരിക്കുന്നു. ഫഖുൽതു ലഹു ഫീ ദാലിക, ഞാൻ അയാളോട് ചോദിച്ചു, എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു? ഫഖാല, ആ മനുഷ്യൻ പറഞ്ഞു, ഹാദാ ശഹ്റു തൗബതി വറഹ്മതി വൽ ബറകാത്ത്, ഇത് തൗബയുടെ മാസമാണ്, ഇത് റഹ്മത്തിന്റെ മാസമാണ്, ഇത് അനുഗ്രഹങ്ങളുടെ മാസമാണ്. ആ മനുഷ്യൻ പറഞ്ഞിട്ട് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആയേക്കാം അയ്യതജാവസ അന്നി ബിഫളിഹി, അവന്റെ ഔദാര്യം കൊണ്ട് കഴിഞ്ഞു പോയത് മുഴുവനും എനിക്ക് എന്റെ റബ്ബ് എനിക്ക് പുറത്ത് മാപ്പ് ചെയ്ത് തന്നേക്കാം. നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന്റെ ചിന്തയാണ്, ഞാൻ ഈ റമളാനിനെ ആദരിക്കുന്നത് കൊണ്ട്, ഈ റമളാനിൽ മുഴുവനും നോമ്പെടുക്കുന്നത് കൊണ്ട്, അതേ റമളാനിൽ മുഴുവനും നിസ്കരിക്കുന്നത് കൊണ്ട്, അതേപോലെ റമളാൻ മാസത്തിന്റെ പകലുകളില് രാത്രികളില് മുഴുവനും നിന്നുകൊണ്ട് എനിക്ക് ഖളാ ആയ നിസ്കാരങ്ങൾ വീണ്ടെടുത്ത് അതേ ഞാൻ നിസ്കരിക്കുന്നത് കൊണ്ട് അല്ലാഹു തആല എനിക്കൊന്ന് രക്ഷ നൽകിയേക്കാം, എന്നെയൊന്ന് രക്ഷപ്പെടുത്തിയേക്കാം. അതാണ് ഞാൻ കൊതിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ കുറെ നാളുകൾക്ക് ശേഷം അതേ മരണപ്പെട്ടു പോയി. അങ്ങനെ മരണപ്പെട്ടു പോയപ്പോ ഫറഅയ്തു ഫിൽ മനാം,
ഈ സംഭവം ഉദ്ധരിക്കുന്ന മഹാൻ പറയുകയാണ്, ഫറഅയ്തു ഫിൽ മനാമി, ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കണ്ടു ആ മനുഷ്യനെ. ഫഖുൽതു ലഹു മാ ഫഅലല്ലാഹു ബിക, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോ ഖാല ഗഫറ ലീ ലിഅജലി ഹുറുമത്തി ശഹരി റമളാൻ, റമളാൻ മാസത്തിനെ ആദരിച്ചതുകൊണ്ട്, റമളാൻ മാസത്തിനെ ബഹുമാനിച്ചതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ എനിക്ക് എന്റെ മുഴുവൻ പാപങ്ങളും പുറത്തു തന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ എന്റെ പാപങ്ങൾ മുഴുവനും അങ്ങ് മായിച്ചു കളഞ്ഞ് മഖ്ബൂലീങ്ങളിൽ എന്നെ അല്ലാഹു തആല ചേർത്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കെന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ സാധാരണ മാസങ്ങളിൽ കൃത്യമായി നിസ്കരിക്കാതിരുന്ന മനുഷ്യനാണ്, വല്ലപ്പോഴുമൊക്കെ നിസ്കരിച്ചിരുന്ന മനുഷ്യനാണ്, ഒരുപാട് നിസ്കാരങ്ങൾ മുടങ്ങിപ്പോയ മനുഷ്യനാണ്. പക്ഷേ റമളാൻ മാസം അങ്ങ് എത്തിയപ്പോ തന്റെ മടിയും തന്റെ തിരക്കുകളോ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് റമളാനിനോടുള്ള ബഹുമാനം കൊണ്ട് റമളാനിന്റെ രാത്രികളിൽ പെരട്ടാൻ വേണ്ടി നല്ല വിലപിടിപ്പുള്ള മണവസ്തുക്കൾ വാങ്ങിച്ചു വെച്ചുകൊണ്ട് ആ മനുഷ്യനതാ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങള് ഖളാ വീട്ടിക്കൊണ്ട് നിസ്കരിച്ചുകൊണ്ട് റമളാനിനെ അങ്ങ് ആദരിച്ചപ്പോ, റമളാനിനെ അങ്ങ് ബഹുമാനിച്ചപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല കൊടുത്ത അനുഗ്രഹങ്ങൾ കണ്ടോ. അല്ലാഹുവേ റബ്ബേ, ചിന്തിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി ചിന്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമ്മള് ഈ മുന്നൊരുക്കം, റമളാൻ തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുന്നേ ഈ മുന്നറിയിപ്പും മുന്നൊരുക്കങ്ങളൊക്കെ നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ നേരത്തെ ഒന്ന് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടാ. റമളാൻ അങ്ങ് എത്തിപ്പോയ പടച്ചവനെ, നാളെ നോമ്പാന്നല്ലോ, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ നേരത്തെ തന്നെ അടിച്ച് നനച്ച് കഴുകി വൃത്തിയാക്കി. എന്താണ്? വീടിന്റെ അകവും പുറമല്ല, നമ്മുടെ കൽബ്, ഹൃദയം റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. കണ്ണുനട്ട് വീട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം കടന്നു വരുന്ന ഭർത്താവ്, ഗൾഫിൽ നിന്ന് വരുന്ന ഭർത്താവ്, ആ ഭർത്താവ് വരുന്ന ദിശയിലേക്ക് നോക്കി ആ പ്രിയപ്പെട്ടവനെ നോക്കിയിരിക്കുന്ന ആ നോട്ടം പോലെ, ആ നോട്ടം പോലെ വിശുദ്ധ റമളാനിനെ കാത്തിരിക്കണം നമ്മൾ. ബല്ലിഗ്നാ റമളാൻ, റബ്ബേ റമളാനിലേക്ക് ഞങ്ങളെ ഒന്ന് എത്തിക്കേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് റമളാനിനെയും കാത്തിരിക്കുകയാണ്. തയ്യാറെടുത്തുകൊണ്ട് കാത്തിരിക്കണം. തയ്യാറെടുക്കാതെ കാത്തിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? തയ്യാറെടുത്തുകൊണ്ട് കാത്തിരിക്കണം നമ്മൾ. എല്ലാ രീതിയിലും, എല്ലാ അർത്ഥത്തിലും നമ്മൾ തയ്യാറെടുപ്പുകൾ എടുത്തുകൊണ്ട് വിശുദ്ധ റമളാനിനെ കാത്തിരിക്കണം. അല്ലാഹു തആല നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.